അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ കെനിയ? 20 വർഷങ്ങൾക്കിടയിൽ ഇതുവരെ ഒരു ആക്സിഡന്റ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ളത് നമ്മൾ സ്ഥിരം കാണുന്ന ജിമ്മി ടോമി ഒന്നും ആണെന്ന് നിങ്ങൾ വിചാരിക്കും. വി ആർ സ്റ്റിൽ ഇൻ ദ വൈ. അപ്പോൾ ഇനി വാട്ട് ടു ഡു? ഓഫ് കോഴ്സ് മസായിമാരാണ് ഏറ്റവും ഫേമസ്. അങ്ങനെയാണ് നമ്മുടെ സേഫ്സും. ഇതിന്റെ വെളി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളും ഇരകളാണ്. ആഫ്രിക്ക വന്നാൽ കൊടും ചൂടാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്ത്യക്കാർക്ക് ഇപ്പോൾ കെനിയയിൽ എത്താൻ വളരെ എളുപ്പമാണ്. ഒരു മിഡ് ഒക്ടോബർ ആൻഡ് ഡിസംബർ വരെ പോകുന്നത് നല്ലതായിരിക്കും. ഇനി 5 to 6 days ഒക്കെ ഉണ്ടെങ്കിൽ നക്രൂം നൈവാഷയിലേക്കും കൂടെ ആഡ് ചെയ്യാം. ക്രസന്റ് ഐലൻഡ് വാക്കിംഗ് ടൂർ എടുക്കാൻ മറക്കണം. യെല്ലോ ഫീവർ വാക്സിനേഷൻ മസ്റ്റ് ആണ്. അപ്പം സംഗതി വളരെ ചീപ്പാണ്. ഞാൻ ചെയ്തത് വെറും 250 രൂപയ്ക്കാണ്. അതുകൊണ്ട് പുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. ഹാറ്റ്സ് ഒക്കെ എടുക്കാൻ നല്ലതായിരിക്കും, കാരണം ഇച്ചിരി ചൂട് കാണും. ഈ സ്റ്റേ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ അനുസരിച്ച് നമ്മുടെ ഈ ട്രിപ്പിന്റെ ബഡ്ജറ്റ് 6 AM to 6 PM ആണ് പാർക്കിന്റെ എൻട്രൻസ് ടൈം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ ജീവിത രീതി, ഇവരുണ്ടാക്കിയ സാധനങ്ങൾ ഷോപ്പ് ചെയ്യും. വാട്ട് നോട്ട് ടു ഡു? ഗോ ടു ടാൻസാനിയ ബോർഡർ. മസായി മാറ ഈ സെറെൻഗെറ്റി നാഷണൽ പാർക്ക് ഇൻ ടാൻസാനിയ ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത്. വിത്ത് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ്. ചലോ കെനിയ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പേസ്റ്റൽ സഫാരി. ഒരു കെനിയ സഫാരി പ്ലാൻ ചെയ്യുന്നുണ്ടോ? വൺസ് ഇൻ എ ലൈഫ് ടൈം ട്രിപ്പ്, കുറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ ഈ വ്ളോഗ് വളരെ ഹാൻഡി ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെ പ്ലാൻ ചെയ്യണം. വെൻ ടു ഗോ, ഹൗ ടു പ്ലാൻ, വാട്ട് ടു പാക്ക്, വെയർ ടു സ്റ്റേ, വാട്ട് ടു ഈറ്റ്, വാട്ട് ടു ഡു, വാട്ട് നോട്ട് ടു ഡു, ഹൗ കോസ്റ്റ്ലി, എല്ലാം ഇൻ വൺ സിംഗിൾ വ്ളോഗ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ കെനിയ? ഇന്ത്യയിൽ തന്നെ ധാരാളം സഫാരി പാർക്സ് ഉണ്ട്. റത്തംബോർ, ജിം കോബറ്റ്, കേരളത്തിലും ഉണ്ട് സഫാരി പാർക്സ്. ആഫ്രിക്കയിലാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലും ടാൻസാനിയയിലും ഒക്കെ വളരെ ഫേമസ് വൈൽഡ് ലൈഫ് പാർക്സ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് കെനിയ? കെനിയ സഫാരി ഈസ് വൺ ഓഫ് ദ സേഫസ്റ്റ് സഫാരി ഇൻ ദ വേൾഡ്. 15 മുതൽ 20 വർഷങ്ങൾക്കിടയിൽ ഇതുവരെ ഒരു ആക്സിഡന്റ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജീപ്പ് ഡ്രൈവേഴ്സ് എല്ലാം നാഷണൽ പെർമിറ്റ് ഉള്ളവരാണ്. ഫോറസ്റ്റ് റേഞ്ചേഴ്സ് ഒക്കെ വളരെ ആക്റ്റീവ് ആണ്. ഹോട്ടൽസ് ഒക്കെ വെൽ ഗാർഡഡ് ആണ്. സോ സഫാരീസ് ആർ വെരി സേഫ്, ആസ് സേഫ് ആസ് എ വൈൽഡ് ലൈഫ് സഫാരി ക്യാൻ ബി. ഇവിടെ 23 നാഷണൽ പാർക്സ്, 4 നാഷണൽ മെറൈൻ പാർക്സ്, 28 നാഷണൽ റിസർവ്സ്, 6 നാഷണൽ മെറൈൻ റിസർവ്സ് ആൻഡ് 4 നാഷണൽ സാങ്ച്വറീസ് ഒക്കെ ഉണ്ട്. സോ നമ്മുടെ താല്പര്യവും ബഡ്ജറ്റ് ഒക്കെ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പാർക്ക് ചൂസ് ചെയ്യാം. ഓഫ് കോഴ്സ് മസായിമാരയാണ് ഏറ്റവും ഫേമസ്. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ആനിമൽസിനെ സ്പോട്ട് ചെയ്യാം. ഇവിടുത്തെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര തിക്ക് ഫോറസ്റ്റ് ഒന്നുമില്ല. സവന ഗ്രാസ് ലാൻഡ്സ് എന്ന് കേട്ടിട്ടില്ല, അതുപോലെ പുൽമേടുകളാണ്. ഒരു പ്ലേ ഗ്രൗണ്ടിലേക്ക് ആനിമൽസിനെ ഇറക്കി വിട്ട ഒരു പ്രതീതിയാണ് മസായിമാരെ. നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. ആഫ്രിക്ക വന്നാൽ കൊടും ചൂടാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അത്ര പ്രശ്നമൊന്നുമില്ല, റീസണബിൾ ക്ലൈമറ്റ് ആണ്. രാവിലെ കുറച്ച് തണുപ്പുണ്ട്, ഉച്ചയാകുമ്പോൾ നല്ല ചൂടാണ്, എന്നാലും സഹിക്കാം. പിന്നെ ഒരു കാര്യം, ഇന്ത്യക്കാർക്ക് ഇപ്പൊ കെനിയയിൽ എത്താൻ വളരെ എളുപ്പമാണ്. വിസ ഫ്രീ ആക്കി കെനിയ ഫ്രം 2024. ഇൻഡിഗോ പോലുള്ള എയർലൈൻസ് ഇപ്പൊ ഡെയിലി ഫ്ലൈ ചെയ്യുന്നുണ്ട്. മുംബൈ ടു നൈറോബി ആകെ 5 hours ഉള്ളൂ. സോ നമുക്ക് നേരെ കെനിയക്ക് പോകും. അപ്പോൾ ഒരു സേഫ് ആൻഡ് ഈസി ടു ഗെറ്റ് ടു ഡെസ്റ്റിനേഷൻ വിത്ത് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ്. ചലോ കെനിയ. സോ എപ്പോ പോകണം? ഒരു മിഡ് ഒക്ടോബർ ആൻഡ് ഡിസംബറിന്റെ ഇടയിൽ പോകുന്നത് നല്ലതായിരിക്കും. പിക്കിംഗ് ദ റൈറ്റ് ടൈം ഇതിലൊരു വലിയ ഫാക്ടറാണ്. നമ്മൾ പോയത് ഡിസംബറിലാണ്. 4 സീസൺസ് ആയിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ജൂൺ ടു മിഡ് ഒക്ടോബർ ആണ് മോസ്റ്റ് പോപ്പുലർ സീസൺ. എന്തുകൊണ്ടാണ് ഇത് പോപ്പുലർ എന്ന് അറിയോ? ഈ സമയത്ത് മഴ ഉണ്ടാവില്ല, ചൂട് വളരെ കുറവായിരിക്കും, ആനിമൽസ് ഒക്കെ വളരെ ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ എൻഡ് ഓഫ് ജൂലൈ ആകുമ്പോഴത്തേക്കിനും ഗ്രേറ്റ് മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആയിരക്കണക്കിന് മൃഗങ്ങൾ മാര റിവർ ക്രോസ് ചെയ്യുന്ന കാഴ്ചയാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ. ഇര പിടിക്കാൻ നിൽക്കുന്ന വൈൽഡ് ക്യാറ്റ്സ്, ക്രോക്കഡൈൽസ് എല്ലാം കൂടെ ഒരു മാസ്മരിക കാഴ്ചയാണ്. അപ്പം തന്നെ ഊഹിക്കാലോ, ഈ സീസൺ വളരെ ബിസി സീസണാണ്. ആയിരക്കണക്കിന് ടൂറിസ്റ്റ് ആണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സഫാരി പാക്കേജസ് എല്ലാം വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ഹോട്ടൽസിൽ റൂം കിട്ടാനുണ്ടാവില്ല. സഫാരി ഗേറ്റ്സിലെല്ലാം ക്യൂ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ സീസണാണ് തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രീ പ്ലാനിങ് വളരെ അത്യാവശ്യമാണ്. മിഡ് ഒക്ടോബർ ടു നവംബർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് സമയം. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റ് മൈഗ്രേഷന്റെ ലാസ്റ്റ് പാർട്ടും കാണാൻ പറ്റും. ഈ സമയം ലെസ് ടൂറിസ്റ്റി ആയിരിക്കും, റീസണബിൾ ക്ലൈമറ്റ് ആണ്, മഴയൊക്കെ തുടങ്ങി വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം പുല്ല് വളർന്നിരിക്കുന്നതും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വൈൽഡ് ക്യാറ്റ്സിനൊക്കെ നമുക്ക് ദൂരെ നിന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡിസംബർ ടു ജനുവരി. ഞാൻ പോയത് ഡിസംബറിലാണെന്ന് പറഞ്ഞല്ലോ. നമ്മളും ധാരാളം മൃഗങ്ങളെ കണ്ടു. ഗ്രേറ്റ് മൈഗ്രേഷൻ ആണ് ഇവരുടെ ഒരു മെയിൻ അട്രാക്ഷൻ. പക്ഷെങ്കിൽ അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഇഷ്ടം പോലെ ആനിമൽസിനെ കാണാം. ഈ ഡിസംബർ ടൈം എന്ന് പറയുന്നത് പൊതുവെ ഒരു ബ്രീഡിംഗ് സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം കപ്സിനെ കണ്ടു. അടുത്ത സീസണാണ് മാർച്ച് ടു മെയ്. കഴിവത് ഈ സീസൺ ഒഴിവാക്കുന്നതാണ് നല്ലത്, കാരണം ഭയങ്കര മഴയാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റും കുറവാണ്, ഹോട്ടൽസ് വളരെ ചീപ്പും ആയിരിക്കും. പക്ഷെങ്കിൽ പോയാൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും, പക്ഷെ തപ്പി നടന്ന് കണ്ടുപിടിക്കേണ്ടി വരും. സോ അതുകൊണ്ട് ഒരു 8 to 10 days ഉണ്ടെങ്കിൽ അത്യാവശ്യം മൃഗങ്ങളൊക്കെ കണ്ടുവച്ച് തിരിച്ചു തരാം. ഹൗ ടു പ്ലാൻ യുവർ ട്രിപ്പ്? നമുക്കിത് വളരെ സിമ്പിൾ ആയി നോക്കാം. ആദ്യം സീസൺ ഡിസൈഡ് ചെയ്യാം. ഗ്രേറ്റ് മൈഗ്രേഷൻ സമയത്താണ് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 4 to 5 months മുന്നേ പ്ലാൻ ചെയ്യണം. ഈ വർഷമാണ് പോകുന്നതെങ്കിൽ ഓൾറെഡി നിങ്ങൾ ലേറ്റ് ആണ്. സോ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. നവംബർ ടു ഫെബ് ആണ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ധാരാളം സമയമാണ്. ഒരു 2 to 4 weeks മുന്നേ പ്ലാൻ ചെയ്താൽ മതി. ഞാൻ നവംബറിൽ പ്ലാൻ ചെയ്ത് ഡിസംബറിലാണ് പോയത്. സീസൺ ഡിസൈഡ് ചെയ്തു എങ്കിൽ ഇനി എത്ര ദിവസം വേണമെന്ന് വേണം പ്ലാൻ ചെയ്യാൻ.
എന്നെപ്പോലെ ഒരു നോർമൽ ഫാമിലി വെക്കേഷനൊക്കെ പോകുന്ന ആളാണെങ്കിൽ ഒരു 6 to 8 days ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. 3 to 4 days ഉള്ളെങ്കിൽ മസായ് മാറ മാത്രം വിസിറ്റ് ചെയ്യുക. മസായ് മാറയിൽ മിനിമം ഒരു 3 days എങ്കിലും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആനിമൽസിനെ എല്ലാം സ്പോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി 5 to 6 days ഒക്കെ ഉണ്ടെങ്കിൽ നക്രൂവും നൈവാഷ ലേക്കും കൂടെ ആഡ് ചെയ്യാം. ക്രസന്റ് ഐലൻഡ് വാക്കിംഗ് ടൂർ എടുക്കാൻ മറക്കണ്ട. ആനിമൽസിന്റെ കൂടെ നമുക്ക് നിലത്ത് ഇറങ്ങി വളരെ അടുത്ത് എല്ലാം പറ്റുന്നത് ഈ ക്രസന്റ് ഐലൻഡ് വാക്കിംഗ് ടൂറിൽ മാത്രമേ ഉള്ളൂ. അതൊരു കിടില എക്സ്പീരിയൻസ് ആണ്. 7 to 8 days അല്ലെങ്കിൽ അത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പാർക്സ് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അംബോസലി, ഹെൽസ് ഗേറ്റ് ഒക്കെ. അംബോസലിയിലാണ് ജയന്റ് എലിഫൻസ് ഉള്ളത്. ഹെൽസ് ഗേറ്റ് ആണ് നമ്മുടെ ഫേമസ് ഫിലിം ലയൺ കിങ് ഒക്കെ ഷൂട്ട് ചെയ്തത്. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഇഷ്ടമുള്ള പാർക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു റെപ്യൂട്ടഡ് ടൂർ ഓപ്പറേറ്ററിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ വെക്കേഷൻസ് എല്ലാം സെൽഫ് പ്ലാനിങ് ആണ്. എന്നാലും ഒരു കെനിയ സഫാരിക്ക് നിങ്ങൾ എപ്പോഴും ഒരു ടൂർ ഓപ്പറേറ്ററിന്റെ കൂടെ പോകുന്നതായിരിക്കും സേഫ്. നമ്മൾ പോയത് സഫാരി മോങ്സിന്റെ കൂടെയാണ്. ഒരു ടൂർ ഓപ്പറേറ്ററിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലെല്ലാം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ടൂർ ഓപ്പറേറ്ററിന്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐറ്റിനറി, സ്റ്റേസ്, സഫാരി വെഹിക്കിളിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യണം. എന്ത് കാണണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളുടെ പ്ലാനുമായിട്ട് അവരുടെ ഐറ്റിനറി അലൈൻ ആയിരിക്കണം. നമ്മൾ ചേഞ്ചസ് ഒക്കെ പറഞ്ഞാൽ അതെല്ലാം അവർ അലൈൻ ചെയ്ത് കറക്റ്റ് ചെയ്യും. ഞങ്ങളുടെ ടൂർ ഐറ്റിനറി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കെനിയ വിസ ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ എന്തൊക്കെ ട്രാവൽ ഡോക്യുമെന്റ്സ് ലേറ്റസ്റ്റ് ആയിട്ട് വേണം എന്നുള്ളത് നമ്മുടെ ഓപ്പറേറ്ററിന്റെ അടുത്തൊന്ന് ചോദിച്ച് ഫിക്സ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. യെല്ലോ ഫീവർ വാക്സിനേഷൻ മസ്റ്റ് ആണ്. കെനിയയിൽ അങ്ങനെ ധാരാളം യെല്ലോ ഫീവർ കേസസ് ഒന്നും റിപ്പോർട്ടഡ് അല്ല. പക്ഷെ ഒട്ടും ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്. ഏറ്റവും അടുത്തുള്ള വാക്സിനേഷൻ സെന്റർ ഏതാണെന്ന് നമുക്ക് നെറ്റ് നോക്കി കണ്ടുപിടിക്കാം. നമ്മൾ പോയത് കൊച്ചിയിലുള്ള പോർട്ട് വാക്സിനേഷൻ സെന്ററിലാണ്. ഇതൊരു ഹാഫ് ഡേ ആക്ടിവിറ്റിയാണ്. അടുത്തത് വാട്ട് ടു വെയർ ആൻഡ് വാട്ട് ടു പാക്ക്. സഫാരിക്ക് പോകുമ്പോൾ ലൈറ്റ് കളർ ഡ്രസ്സ് ഇടണമെന്ന് എല്ലാവരും പറയും. ഇതൊക്കെ കേട്ട് ഞാനും എൻ്റെ കബോർഡ് മുഴുവൻ തപ്പി കുറേ ലൈറ്റ് ഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മളുടെ മസായി ഡ്രൈവർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്ത് ചോദിച്ചു. പുള്ളി ഇട്ടിരുന്ന ഡ്രസ്സ് എന്നെ ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു, പുള്ളിയാണ് അടിക്കുന്ന റെഡ് കളറായിട്ട്. ഇത് കണ്ടോ, ഇവിടെയുള്ള മനുഷ്യന് മുഴുവൻ ഇതുപോലത്തെ കളറും ഭയങ്കര ഹെവി ഓർണമെന്റ്സും ആയിടുന്നത്. അതുകൊണ്ട് പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ ഈ സഫാരി വണ്ടിക്കകത്ത് തന്നെയാണ്. ഇവർ രാവിലെ നമ്മളെ പിക്ക് ചെയ്യും. സഫാരി ഒരു 4 to 5 hours ആണ്. അത് കഴിയുമ്പം ഇവർ നമ്മളെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യും. നിലത്തിറങ്ങാനേ സമ്മതിക്കത്തില്ല. എങ്ങനെ നിലത്തിറങ്ങിയാൽ സിംഹം പിടിച്ചുകൊണ്ട് പോകും. പിന്നെ ആകെ നിലത്തിറങ്ങാൻ വരുന്നത് ക്രസന്റ് ഐലൻഡ് വാക്കിംഗ് ടൂർ സമയത്ത് മാത്രമാണ്. സോ ലൂസ് ആൻഡ് കംഫർട്ടബിൾ വെയർ ആയിരിക്കും എപ്പോഴും നല്ലത്. നമുക്കൊരു പാക്കിംഗ് ഐറ്റിനറി നോക്കാം. പാക്ക് ചെയ്യുമ്പം ഗെയിം റൈഡിന് പോകാനായിട്ട് ജീൻസ്, ഷോർട്സ്, പാൻസ് ഒക്കെ നമുക്ക് എടുക്കാം. ടോപ്സും ഷർട്ട്സ് ഒക്കെ നല്ലതായിരിക്കും. പിന്നെ സ്നീക്കേഴ്സ്, ഷൂസ് ഒക്കെ കംഫർട്ടബിൾ ആകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആഫ്റ്റർനൂൺ ഗെയിം റൈഡിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഹാറ്റ്സ് ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇച്ചിരി ചൂട് കാണും. ഈവനിങ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഗെയിം റൈഡിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോള്, വിൻഡ് ബ്രേക്കർ, സ്വെറ്റർ ഇതൊക്കെ എടുക്കുന്നത് നല്ലതാണ്. കാരണം രാവിലെ ഈവനിങ്ങും കുറച്ച് തണുപ്പുണ്ട്. കാരണം ഡിസംബറിലാണല്ലോ ഞാൻ പോയത്. സഫാരി ഓപ്പറേറ്റേഴ്സുമായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ സഫാരി ജീപ്പിൽ എപ്പോഴും വെള്ളം വെക്കാനായിട്ട് അവരോട് പറയണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാർക്കിൽ കയറി കഴിഞ്ഞാൽ വെള്ളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങിക്കാൻ വെളിയിൽ പോകുന്നത് ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഇവിടെ ഫോട്ടോഗ്രാഫിയാണ് ഒരു മെയിൻ എന്റർടൈൻമെന്റ്. ക്യാമറ ഗിയേഴ്സ് ഒക്കെ എടുക്കാൻ മറക്കണ്ട. ഒരു 400 to 600 mm ടെലിഫോട്ടോ ലെൻസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ട്രൈപോഡ്സ്, മോണോപോഡ്സ്, മെമ്മറി കാർഡ്സ്, ചാർജർ ഇതൊക്കെ എടുക്കണം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ വേർ ടു സ്റ്റേ. ഈ സ്റ്റേ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ അനുസരിച്ചിരിക്കും നമ്മുടെ ഈ ട്രിപ്പിന്റെ ബഡ്ജറ്റ്. ആക്ച്വലി 3 types ഓഫ് സ്റ്റേ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഈ സഫാരി പാർക്സിനകത്ത് സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ വെളിയിൽ സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ കൺസർവൻസീസിനകത്ത് സ്റ്റേ ചെയ്യാം. ഈ മസായ് മാറ എന്ന് പറയുന്നത് ഒരു 1500 square kilometer ഏരിയ ഉള്ള ഒരു സ്ഥലമാണ്. ഇതിന് കുറെ എൻട്രൻസ് ഉണ്ട്. അപ്പൊ ഇവിടെയൊക്കെ തന്നെ ഈ സ്റ്റേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, അകത്തും പുറത്തും. സ്റ്റേസ് പുറത്താണെങ്കിൽ ഈ ഡ്രൈവേഴ്സ് അവരുടെ ഗെയിം റൈഡ് നേരത്തെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും. അകത്താണെങ്കിലും അവർ ഈ ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. എന്നാലും ഒരു 30 to 40 minutes ഒക്കെ ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. മസായ് മാറയിൽ ഇനിയിപ്പോൾ നിങ്ങൾ 3 to 4 days അല്ലെങ്കിൽ അത് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേ പുറത്താണെങ്കിലും ഓക്കെയാണ്. പക്ഷേ ഒരു കൊള്ളാവുന്ന 3 to 4 star അക്കോമഡേഷൻ റിവ്യൂ ഒക്കെ നോക്കി സെലക്ട് ചെയ്യണം. ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ അവിടെ കുറേ ലക്ഷറി സ്റ്റേസ് ഉണ്ട്, അതും ചൂസ് ചെയ്യാം. ഹൈ ടൂറിസ്റ്റ് സീസൺ ആണെങ്കിൽ എപ്പോഴും പാർക്കിനകത്ത് സ്റ്റേ ചെയ്യണം. ഈ പാർക്കിനകത്ത് സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എൻട്രൻസ് വന്ന് ക്യൂവിൽ നിൽക്കണ്ട. 6 AM to 6 PM ആണ് പാർക്കിന്റെ എൻട്രൻസ് ടൈം. അപ്പൊ ഈ ടൈം മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗൈഡിന് ഫൈൻ ഉണ്ട്. ഇവരിത് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ഇവരുടെ ലൈസൻസ് വരെ കട്ടാം. അതുകൊണ്ട് ഇവർ എപ്പോഴും ഈ ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പാർക്കിനകത്ത് സ്റ്റേ ചെയ്യണം. ഒരു 4 star അല്ലെങ്കിൽ ഒരു 5 star പ്രോപ്പർട്ടി ഒക്കെ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ താമസിച്ചത് മാഗ അഷ്നലിലാണ്. ഇത് ബേസിക്കലി ഒരു 10 സ്റ്റേ ആണ്. ഇവിടെ സോളിഡ് കൺസ്ട്രക്ഷൻ ഒന്നും ഇവർ സമ്മതിക്കത്തില്ല. ഈ അഷ്നൽ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ കിടിലം ഫുഡാണ്, റിവർ സൈഡ് ആണ്, അതുപോലെ സ്റ്റേസ് ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഹിപ്പോപ്പൊട്ടാമസിന്റെ താരട്ടൊക്കെ കിട്ടി ഉറങ്ങാം. നക്രൂലാണെങ്കിലും നമ്മൾ താമസിച്ചത് നക്രൂ ലോഡ്ജിലാണ്. അവിടെയും കിഡു ആംബിയൻസ് ആയിരുന്നു. അതും ഈ പാർക്കിനകത്താണ്. അപ്പോൾ ഇനി വാട്ട് ടു ഡു.
നിങ്ങളൊരു 3 to 4 days മസായ് മാറയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. മോർണിംഗ് ആൻഡ് ഈവനിങ് ഗെയിം റൈഡ്സ്, ഒരു 7 to 11 AM മോർണിംഗ് ഗെയിം റൈഡും 3 to 6:30 ഈവനിങ് ഗെയിം റൈഡും എടുക്കാം. ഉച്ചയ്ക്ക് തിരിച്ച് റിസോർട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് സ്വിമ്മിങ്ങിനൊക്കെ പോയി ആ റിസോർട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യാം. എന്തായാലും ഒരു ദിവസം നമ്മൾ ഏർലി മോർണിംഗ് ഗെയിം റൈഡിന് പോയി ബുഷ് ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യണം. ബേസിക്കലി നമ്മൾ ഈ താമസിക്കുന്ന ഹോട്ടലിൽ 3 നേരവും മീല് തരും. ആ മോർണിംഗ് മീൽ ഇവരിത് നമുക്ക് പാക്ക് ചെയ്ത് നമ്മളുടെ വണ്ടിയായി തരും. അപ്പം നമുക്ക് കാട്ടിൽ പോയി ഏതെങ്കിലും മരത്തിൻ്റെ ഒക്കെ അടിയിലിരുന്ന് ഈ ഡ്രൈവേഴ്സിനറിയാം ഒരു സേഫ് പ്ലേസ്, അവിടെ പോയി ഇരുന്ന് കഴിക്കാം. ഇടയ്ക്ക് സിംഹത്തിൻ്റെ ഒക്കെ ഒച്ച ചിലപ്പോൾ കേൾക്കാം. എന്തായാലും ഓടാൻ റെഡി ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. സൺഡൗണർ പ്രോഗ്രാം വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ബേസിക്കലി ഇതൊരു ഈവനിങ് സൺസെറ്റ് പ്രോഗ്രാമാണ്. ഒരു റേസ്ഡ് ഏരിയയിൽ ഇവർ നമ്മളെ കൊണ്ടുപോയി അവിടെ ഷാമ്പെയിനും ബിസ്ക്കറ്റ്സും സ്വീറ്റ്സും വൈനും എല്ലാം നമുക്ക് ഇവർ അറേഞ്ച് ചെയ്യും. പക്ഷെ ഞാനിത് എടുത്തായിരുന്നു, അന്ന് തന്നെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ഫ്ലോപ്പായി പോയി. നല്ല സൺസെറ്റ് ഒന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഒരു വലിയ ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു ഏരിയയിൽ പോയി ഒരു സൺഡൗണർ ഒരു കിടിലൻ സൺസെറ്റ് ഒക്കെ കണ്ട് ഇരിക്കാൻ നല്ലതാണ്. വേറൊരു ഓപ്ഷനാണ് ബലൂൺ റൈഡ്. ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ സമയത്തൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെ ഹേർഡ്സ് ഓഫ് എലിഫൻസ് അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് ആനിമൽസ് ഒക്കെ നമുക്ക് പോകുന്നത് മേളിൽ നിന്ന് കാണാം ഈ ഗ്രാസിന്റെ ഇടയിൽ കൂടെ. അതൊരു നല്ല വ്യൂ ആണ്. നമ്മൾ പക്ഷേ ഇത് ഓപ്റ്റ് ചെയ്തില്ല. ബേസിക്കലി ഇത് നല്ല എക്സ്പെൻസീവ് ആണ്, കാരണം $400 ആണ്. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് വെതർ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാറ്റൊക്കെ ഉള്ള സമയമാണെങ്കിൽ ബലൂൺ അധികം ഹൈറ്റിലൊന്നും പൊങ്ങത്തുമില്ല. അടുത്തതാണ് മസായ് മറ വില്ലേജ് വിസിറ്റ്. ഈ ഗെയിം റിസർവിന് ചുറ്റും തന്നെ കുറെ മസായ് വില്ലേജസ് ഉണ്ട്. ഈ മസായ് ആൾക്കാർ താമസിക്കുന്ന വില്ലേജസ് ആണ് അവിടെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ ജീവിത രീതി, ഇവരുണ്ടാക്കിയ സാധനങ്ങൾ ഷോപ്പ് ചെയ്യാം, ഇവരുടെ ഡാൻസ് കാണാം. നമ്മൾ പക്ഷേ വിസിറ്റ് ചെയ്ത മസായ് വില്ലേജ് ഒക്കെ കുറച്ച് കൊമേഴ്ഷ്യലൈസ്ഡ് ആയി, അവരുടെ ഡാൻസ് ഒക്കെ തന്നെ കുറച്ച് മെക്കാനിക്കലായി. അതുകൊണ്ട് തന്നെ കുറച്ച് ഒത്തന്റിക് ആയിട്ടുള്ള മസായ് വില്ലേജസ് കാണണമെന്ന് നമുക്ക് ടൂർ ഓപ്പറേറ്ററിനോട് റിക്വസ്റ്റ് ചെയ്യാം. ഗോ ടു ടാൻസാനിയ ബോർഡർ. മസായ് മാറ ഈ സെറൻഗട്ടി നാഷണൽ പാർക്ക് ടാൻസാനിയ ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഫാരി ഗെയിം റൈഡിന് വരുന്ന ഡ്രൈവേഴ്സിനോട് പറഞ്ഞാൽ അവർ നമ്മളെ ഈ ബോർഡറിൽ കൊണ്ടുപോകും. വേറൊരു എക്സ്പീരിയൻസ് ആണ് കോൺട്രോ. ഈ കോൺട്രോ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവർക്ക് മസായ് മാറ ടൗണിൽ പോയി ഈ സാധനം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ബെസ്റ്റ് ടൈമാണ്. അതുപോലെ സംഗതി ചീപ്പുമാണ്. പിന്നെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പോയിക്കളയാം. അപ്പം ഈ ഇവരുടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു കുറേ സലൂൺസ് ഉണ്ട്. അതുപോലെ അവിടെയുള്ള ആൾക്കാർക്ക് ഈ കോൺട്രോ വളരെ കോമൺ ആണല്ലോ. അപ്പം സംഗതി വളരെ ചീപ്പാണ്. ഞാൻ ചെയ്തത് വെറും 250 രൂപയ്ക്കാണ്. എൻജോയ് ദ ട്രഡീഷണൽ ഡാൻസ് ആൻഡ് മ്യൂസിക് അറ്റ് ദ ഹോട്ടൽ. എല്ലാ ഹോട്ടൽസും ഈവനിങ് ഡാൻസും ഇവരുടെ ട്രഡീഷണൽ മ്യൂസിക്കും എല്ലാം ഓർഗനൈസ് ചെയ്യും. ഓരോ ദിവസവും ഓരോ പ്രോഗ്രാം ആയിരിക്കും. അതുകൊണ്ട് റിസപ്ഷനിൽ ചോദിച്ചിട്ട് അന്നത്തെ പ്രോഗ്രാമും ടൈമിങ്ങും ഒക്കെ നേരത്തെ ചോദിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണാം. അടുത്തത് വേർ ടു ഷോപ്പ്. ഈ മസായ് മാറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കെനിയ സഫാരിക്ക് പോകുന്നത് ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ വലിയ ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ബേസിക്കലി ഇവർ നമ്മളെ ഇവരുടെ ട്രഡീഷണൽ മസായ് വില്ലേജിലൊക്കെ കൊണ്ടുപോകും. അവിടെ ഇവരുടെ കുറേ ബീഡഡ് സാധനങ്ങളൊക്കെ ക്യൂരിയോസ് എല്ലാം ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇവരുടെ ഈ ഭയങ്കര കളർഫുൾ ഷോൾസ് ഇല്ലേ, അത് വാങ്ങിച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ പിന്നെ ഈ ഇയറിങ്സ്, ബീഡഡ് ഓർണമെന്റ്സ്, വുഡൻ കാർവിങ്സ്, പിന്നെ ഈ ബീഡഡ് ബെൽസ്, അങ്ങനെ കുറച്ച് ക്യൂരിയോസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാം. പിന്നെ സോവനിയർ ആയിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പിന്നെ ഈ ജിറാഫ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് സോവനിയർ ആയിട്ട് സൂക്ഷിക്കാം. പിന്നെ വേറെ ഷോപ്പിംഗ് ഒക്കെ നടത്തണമെങ്കിൽ തിരിച്ച് നൈറോബി സിറ്റി ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഹൈ എൻഡ് ബ്രാൻഡ്സും ഒക്കെ ഉണ്ട്. ഒരു വെൽ ഡെവലപ്ഡ് സിറ്റിയാണ് നൈറോബി. ഒത്തിരി രാത്രിയായി ഇങ്ങ് ഒറ്റപ്പെട്ടു പോകാതെ കുറച്ച് സേഫ് ആയിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തി തിരിച്ച് റൂമിൽ വരാം. വാട്ട് നോട്ട് ടു ഡു. എന്ത് ചെയ്യണം നമ്മൾ കണ്ടു. പക്ഷെ ആസ് എ റെസ്പോൺസിബിൾ ടൂറിസ്റ്റ് എന്ത് ചെയ്യരുതെന്ന് കൂടി നമുക്ക് നോക്കാം. സേഫ്റ്റി ഫസ്റ്റ്. സഫാരി 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വൈൽഡ് ആനിമൽസ് ഒക്കെ ആയിട്ട് യൂസ്ഡ് ആവും. അപ്പോൾ പേടിയൊക്കെ കുറച്ച് കുറയും. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒന്ന് തൊട്ട് നോക്കണമെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ളത് നമ്മൾ സ്ഥിരം കാണാൻ നമ്മുടെ ജിമ്മിയും ടോമിയും ഒന്നും ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വി ആർ സ്റ്റിൽ ഇൻ ദ വൈൽഡ്. അതുകൊണ്ട് തന്നെ അൺനെസസറി റിസ്ക് അവോയ്ഡ് ചെയ്യണം. ഒരിക്കലും ഗൈഡിന്റെ പെർമിഷൻ ഇല്ലാതെ വെളിയിൽ ഇറങ്ങരുത്. ആക്ച്വലി നമ്മളുടെ സഫാരിക്ക് വരുന്ന വെഹിക്കിൾ എന്ന് പറയുന്നതാണ് നമ്മുടെ സേഫ് സോൺ. ഇതിന്റെ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളും ഇരകളാണ്. മൃഗങ്ങളെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്. ആക്ച്വലി ഇവിടെ വരുന്ന ടൂറിസ്റ്റ് ഒരിക്കലും മൃഗങ്ങൾക്കൊരു ശല്യക്കാരല്ല എന്നാണ് അവരും വിചാരിക്കുന്നത്. ഇതൊരു ബാലൻസ്ഡ് എക്കോസിസ്റ്റമാണ്. അപ്പം വെളിയിലിറങ്ങി അവരെ ശല്യപ്പെടുത്തുന്ന ഒരു പരിപാടിക്കും പോകരുത്. ഈ സഫാരി ടൈമിങ്സ് ഉണ്ടല്ലോ, അതെപ്പോഴും നമ്മൾ പാലിക്കണം. ഈ ഡ്രൈവേഴ്സിനെ ഇത് തെറ്റിക്കാനായിട്ട് നിർബന്ധിക്കരുത്. അതുപോലെ തന്നെ ഈ ഗെയിം റൈഡിന് വരുന്ന എല്ലാവർക്കും ഒരേ ഇൻട്രസ്റ്റ് ആവണം എന്നല്ലേ. ഇപ്പം നിങ്ങളൊരു ഗ്രൂപ്പ് ടൂറിനാണ് പോകുന്നതെങ്കിൽ പലർക്കും പല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം.
പിന്നെ ഈ ഗെയിം റൈഡിന് പോകുമ്പോൾ തന്നെ ഒരു സ്ഥലത്ത് തന്നെ കുറേ നേരം നമ്മൾ നിൽക്കരുത്. കാരണം ഈ ഗൈഡ്സിനറിയാം എത്ര സമയം ഒരേ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാം. അപ്പം അവർ പറയുന്നത് കേട്ട് നമ്മൾ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യണം. ബേസിക്കലി കെനിയ സഫാരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. വേണമെങ്കിൽ നമുക്ക് ലക്ഷറി ആക്കാം, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോയിട്ട് വരാം. ഇവിടെ മെയിൻ ഡിഫറൻസ് വരുന്നത് ഹോട്ടൽ സ്റ്റേയും നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ ഈ സഫാരിക്ക് പോകുന്നതുമാണ്. അപ്പം നമ്മൾ കാണുന്ന കാടും മൃഗങ്ങളും എല്ലാം സെയിം ആണ്. ആകെ ഈ ഹോട്ടൽ സ്റ്റേയും നമ്പർ ഓഫ് ഡേയ്സും കാരണമാണ് നമ്മുടെ ബഡ്ജറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പം നമ്മുടെ കെനിയ സഫാരി ഗൈഡ് ഇതോടെ അവസാനിക്കുന്നു. കെനിയ സഫാരി ഒരു സ്പെക്ടാക്കുലർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പേസ്റ്റൽസ് ഓഫ് ഫ്രീ. ഒരു സ്പെഷ്യൽ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ കാർണിവർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് നെയ്റോബി സിറ്റിയിൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓസ്ട്രിച്ചിൻ്റെ മീറ്റ്, ലയൺ മീറ്റ്, ക്രോക്കഡൈൽ മീറ്റ് ഇതൊക്കെ കിട്ടും എന്നാണ് പറയുന്നത്. നമ്മളുടെ ഇവിടുത്തെ ഈ ബാർബിക്യൂ നേഷനില്ലേ, അവിടെ അതുപോലെ അതേ സെയിം സംഭവമാണ്. അവിടെ ഫ്ലാഗ് താത്തി കഴിഞ്ഞാൽ അവർ മീറ്റ് തരുന്നത് നിർത്തും, അല്ലെങ്കിൽ അതുവരെ മീറ്റ് തന്നുകൊണ്ടേയിരിക്കും. ഈ കഴിഞ്ഞ 5 days മൊത്തം മീറ്റ് തിന്ന് മേലാതായതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷേ ഒരു വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസാണ്.